ദളപതി വിജയ് അണ്ണന്റെ ജനനായകൻ സിനിമ ജനുവരി 9-ാം തീയതി റിലീസ് ആകാൻ പോകുന്നില്ല. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. റിലീസിന് മുമ്പാണെങ്കിലും ശരി ശേഷമാണെങ്കിലും ശരി പ്രശ്നങ്ങളില്ലാതെ വന്നിട്ടുള്ള ഒരു ദളപതി സിനിമയേ ഇല്ല. സെൻട്രൽ ഗവൺമെന്റ് ഭയപ്പെട്ടു പോകുന്ന അളവിന് സിനിമയിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? എച്ച് വിനോദ് കേസരിയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഓർത്താൽ അതിനേക്കാൾ വലുതായിട്ട് എന്തോ സിനിമയിലുണ്ട്. കാരണം സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരെ മാത്രമേ കേസരിയുള്ളൂ. സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ റൈറ്റിംഗ് മുതൽ ഡയലോഗ് വരെ ദളപതിയും ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. ആ എഴുത്തിൽ പറയുന്ന പല കാര്യങ്ങളും കേന്ദ്രതലം വരെ കോളുകൾക്ക് സൃഷ്ടിക്കാൻ ഹെൽപ്പുള്ള വിഷയങ്ങളാണ്. ഇത് വെറും ഒരു സിനിമ റിലീസ് ഇഷ്യൂ അല്ല. ഒരു സിനിമ ജനങ്ങളുടെ ശ്രദ്ധയാവുമ്പോൾ, അധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ, ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ എതിർപ്പുകൾ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ജനനായകൻ പോലുള്ള ഒരു സിനിമയെ അവർ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് സെൻസർ വൈകുന്നത്, കേസുകൾ വരുന്നത്, വിമർശനങ്ങൾ ഉയരുന്നത്. ചരിത്രം ഒന്ന് നോക്കിയാൽ മതി. സത്യങ്ങൾ പറഞ്ഞ സിനിമകൾ ഒരിക്കലും സ്മൂത്തായി റിലീസ് ആയിട്ടില്ല. ചിലതൊക്കെ ഇന്നും പെട്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പക്ഷം പിടിച്ചാൽ അധികാര കേന്ദ്രങ്ങൾ കുലുങ്ങും. അതിന് 100% ഉദാഹരണമാണ് ജനനായകൻ സിനിമയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഈ ஒருத்தன் 10 பேர் எதிர்த்தான்னா அவன் வீரன், 10 பேர் சேர்ந்து ஒருத்தன் எதிர்த்தா അവൻ തലൈവൻ. എത്രയൊക്കെ വിമർശനങ്ങൾ വന്നാലും, എത്രയൊക്കെ എതിർപ്പുകൾ വന്നാലും, എത്ര പേര് ചേർന്ന് ആക്രമിച്ചാലും മുന്നോട്ട് വെച്ച കാലിനി ദളപതി പുറകോട്ട് വെക്കത്തില്ല. എന്തായാലും ജനുവരി 9-ാം തീയതി ജനനായകൻ എന്ത് വിധി വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.